Hello friends, welcome back to Full Stack Solutions. Late code problem number 414, third maximum number. നമുക്കധികം പ്രോബ്ലം നോക്കാം. Given an integer array nums, return the third distinct maximum number in this array. If the third maximum does not exist, return the maximum number. അതായത് നമുക്കൊരു ഇൻറ്റീജർ അറേ തന്നിട്ടുണ്ട്, അതിൽ തേർഡ് ഡിസ്റ്റിങ്ക്റ്റ് മാക്സിമം നമ്പറാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് മാക്സിമം നമ്പർ വരുന്നത് 3 ആണ്, സെക്കൻഡ് 2, തേർഡായിട്ട് വരുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് ഇഫ് ദ തേർഡ് മാക്സിമം ഡസ് നോട്ട് എക്സിസ്റ്റ് റിട്ടേൺ ദ മാക്സിമം നമ്പർ. അതായത് തേർഡ് മാക്സിമം അറേയിലില്ലെങ്കിൽ നമുക്ക് ഇതിലെ ഏറ്റവും മാക്സിമം നമ്പർ ഏതാണോ ആ നമ്പർ റിട്ടേൺ ചെയ്താൽ മതി. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ആദ്യത്തെ ഇത് വരുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം നമ്പർ എന്നാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലുള്ള ഈ ഇൻറ്റീജർ അറേയിലുള്ള യൂണീക്ക് ആയിട്ടുള്ള എലമെൻസിനെ പിക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഡിസെൻഡിങ്ങിൽ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3, 2, 1 എന്നുള്ള രീതിയിൽ നമുക്ക് അറേ കിട്ടും. ഈ അറേയിലുള്ള മൂന്നാമത്തെ എലമെൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ 2ലുള്ള എലമെൻറ്റ് ഏതാണോ ആ എലമെൻ്റ് ആയിരിക്കും തേർഡ് ഡിസ്റ്റിങ്ക്റ്റ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3 നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഏതായിരിക്കും? ഇപ്പോൾ 2 നമ്പറാണ്, 3 ഇല്ലെങ്കിൽ അതിൽ 2 നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പറൊക്കെ ആണെങ്കിൽ ഏതായിരിക്കും? ആദ്യത്തെ ഏറ്റവും മാക്സിമം നമ്പർ ഏതാണോ ഇതിലേതാണ് തേർഡായ 3 ആണ്. 3 ആയിരിക്കും നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ഇപ്പോൾ ഈ പറഞ്ഞ ലോജിക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ തേർഡ് മാക്സ് നമ്മൾ അറേ റിസീവ് ചെയ്യുന്നു. നമുക്ക് ആദ്യം ഇതിലുള്ള യൂണീക്ക് എലമെൻസിനെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ലെറ്റ് ഡിസ്റ്റിങ്ക്റ്റ് നം കൊടുക്കാം. ഡിസ്റ്റിങ്ക്റ്റ് നം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അറേയിൽ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്, സ്പ്രെഡ് ഓപ്പറേറ്റർ എങ്ങനെയാണ്? 3 ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ന്യൂ സെറ്റ് കോൾ ചെയ്യും. അതിനുശേഷം അതിൽ നമ്മൾ റിസീവ് ചെയ്ത അറേ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അറേയിലുള്ള ഇൻറ്റീജർ അറേയിലുള്ള യൂണീക്ക് എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇനിയുള്ളത് സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് നം ഡോട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള സോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫംഗ്ഷൻ സോർട്ട് ചെയ്യാനുള്ള വാല്യൂസ് പാസ് ചെയ്യാം. a, b. സോ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് b മൈനസ് a. സോ നമ്മൾ ആദ്യം യൂണീക്ക് എലമെൻറ്റ്സ് ഫൈൻഡ് ചെയ്തു. ദെൻ ആ അറേനെ നമ്മൾ സോർട്ട് ചെയ്തു കഴിയുന്ന സമയത്ത് 3, 2, 1 എന്നുള്ള രീതിയിൽ നമുക്ക് അറേ കിട്ടി. ഇനി നമുക്കുള്ളത് 2 കണ്ടീഷനാണ്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ എലമെൻറ്റ്സിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ 3 ആണെങ്കിൽ ഡോട്ട് ലെങ്ത്ത് ലെസ് ദാൻ 3 ആണെങ്കിൽ ഏറ്റവും മാക്സിമം നമ്പർ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ഡിസ്റ്റിങ്ക്റ്റ് നം തമ്മിലുള്ള ഏറ്റവും മാക്സിമം എന്ന് പറയുന്ന ആദ്യത്തെ എലമെൻറ്റ്. താഴെയാണെങ്കിൽ 3 അറ്റ്ലീസ്റ്റ് 3 എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ 2 1 എലമെൻ്റ് ആണോ ഉള്ളെങ്കിൽ ഇൻഡെക്സ് നമ്പർ 0യിലുള്ള എലമെൻറ്റ്, അതായത് ഏറ്റവും വലിയ മാക്സിമം നമ്പർ റിട്ടേൺ ചെയ്യുന്നു. ദെൻ അല്ലാത്ത കേസിൽ മൂന്നാമത്തെ നമ്പർ റിട്ടേൺ ഡിസ്റ്റിങ്ക്റ്റ് നമ്പറിലുള്ള മൂന്നാമത്തെ എലമെൻറ്റ്, അതായത് ഇൻഡെക്സ് നമ്പർ 2യിലുള്ള എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യുന്നു. നമുക്കിനി പാസ് ചെയ്യാം കോൺസ്റ്റ് നംസ് 2, 2, 3, 1 കോൾ ചെയ്യാം. അറേ പാസ് ചെയ്യാം.
സോ നമുക്ക് ഇവിടെ തേർഡ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. 1 ആൻസറായിട്ട് കിട്ടി. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഓഫ് n log n ആണ്. കാരണം നമ്മളിവിടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സോർട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ സോർട്ടിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആണ് n log n എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ലീഡ് കോഡ് പ്രോബ്ലം ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.